Good afternoon, all. This is the second part of our online session on Module 2. The first topic: what is the importance of determinant in data science? Why we are using determinant? Determinant can be used to find eigenvalues and eigenvectors of a matrix. ഒരു മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂവും ഐഗൻ വെക്ടറും കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. ഐഗൻ വാല്യൂ ഐഗൻ വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ റെഡ്യൂസ് ദ ഡൈമെൻഷൻ. ഒരുപാട് ഡൈമെൻഷൻസ് ഉള്ള ഡേറ്റ ഉണ്ടായിരിക്കും. അപ്പം അത്രയും ഡൈമെൻഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡു ഓൾ ദ കമ്പ്യൂട്ടേഷൻസ് or training the architecture with that data set. So in some cases we have to reduce the number of dimensions, and that is made possible with the help of determinant. It is used in linear regression for testing matrix invertibility. ഒരു മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആണോ വെർട്ടിബിൾ ആണോ, ഇൻവെർട്ടിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ലീനിയർ റിഗ്രഷനിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇൻവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണോ ഇൻവേഴ്സ് ചെയ്യാൻ പറ്റുന്നതല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ബിക്കോസ് ഇൻ ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ആൻ ഇക്വേഷൻ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്, ദർ ഇസ് എ പാരാമീറ്റർ കോൾഡ് 1 by determinant of that matrix. ഇപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ആ ഇക്വേഷനിൽ 1 by determinant എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിലോ വാട്ട് വിൽ ഹാപ്പൻ? 1 by 0. 1 by 0 മീൻസ് ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് വി കാൺ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് മെട്രിക്സ്. അപ്പം ഈ ഡിറ്റർമിനൻറ്റ് വെച്ചിട്ട് സിംപ്ലി വി ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ ഓർ വെർട്ടിബിൾ ഓർ നോൺ ഇൻവേർട്ടിബിൾ. ഇപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് ഡിറ്റർമിനൻറ്റ് വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ anomaly detection. Anomaly എന്ന് പറഞ്ഞാൽ that particular data point will be entirely different from all other data points. ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ I have explained about the anomaly. പല ഹൈറ്റിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. 150, 165, 180, 190 maybe. But what about a particular data point with 500 meter? 500 മീറ്റർ നീളമുള്ള 500 സെൻറ്റിമീറ്റർ 500 സെൻറ്റിമീറ്റർ നീളമുള്ള ആരെങ്കിലും ഉണ്ടാവുമോ? ദാറ്റ്സ് നോട്ട് പോസിബിൾ. ദാറ്റ് മീൻസ് ദാറ്റ് ഡേറ്റ ഈസ് എ outlier or it's an anomaly, maybe because of the misfunctioning of the sensor that we used to sense the data. അതായത് ചിലപ്പോൾ നമ്മുടെ സെൻസേഴ്സിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു മാൽഫങ്ഷൻ കാരണം അവിടെ യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഡേറ്റ അല്ലാതെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അനദർ ഡേറ്റ മേ ബി വി വിൽ ഗെറ്റ്. ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മെട്രിക്സ്. ഇത് 3 മാർക്കിനൊക്കെ ചോദിക്കാം. 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ 3 പോയിൻറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. സിമിലർലി ദർ മേ ബി എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു റാങ്ക് ഓഫ് എ metrics, the significance of rank of a metric. In last class we have learned about the rank, the importance of the rank. Let's culminate the rank. Rank can be used to reduce complex metrics into smaller ones. കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ മെട്രിക്സിനെ നമുക്ക് റിഡ്യൂസ് ചെയ്ത് സ്മോളർ വേർഷൻസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഐ ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ഫുൾ റാങ്ക് മെട്രിക്സ് ആൻഡ് not full, the low rank matrix. Low rank matrix എന്ന് പറയുമ്പം some of the rows and columns can be discarded, it can be avoided, ignored. അത് ഒഴിവാക്കിയാലും there will not be much change, അവിടെ ഒരു ചേഞ്ചും കാണില്ല. സോ റാങ്ക് കണ്ടുപിടിച്ചിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മെട്രിക്സുകൾ ഉണ്ടെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റോസ് ആൻഡ് കോളംസ് ഉണ്ടെങ്കിൽ വി ക്യാൻ സിംപ്ലി ഡിസ്കാർഡ് ഇറ്റ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ദ റെക്കോർഡഡ് വേർഷൻ ഓഫ് ദ ക്ലാസ് ഈസ് അവൈലബിൾ. യു ക്യാൻ ഓൾസോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫൈൻ ട്യൂണിങ് ലാർജ് ലാംഗ്വേജ് മോഡൽ. ChatGPT or Gemini are large language model or LLM model. It can generate human-like text. It can describe about a particular event like a human being,
or it can translate it into another language, or it can simplify very complicated manuscripts. So these are the applications of LLM. While you are training a LLM, or while you are creating a new LLM, you have to fine tune that architecture, and that fine tuning can be possible with RANK. So RANK has an important role in fine tuning large language models. It can be used to reduce the computational complexity. We already said that we can discard some linear dependent rows and columns. So if you are going to reduce the number of such kind of rows and column, that means the computational complexity is pretty much low. Computational complexity എന്ന് പറഞ്ഞാൽ how much mathematical operation should be, simply പറഞ്ഞു കഴിഞ്ഞാൽ, very base ആയിട്ട് പറഞ്ഞാൽ, എത്രമാത്രം mathematical operations are required to do a particular to solve a particular problem. എത്രമാത്രം mathematical equations, how much complex it is, അത് ഏത് ഓർഡറിലാണ്, എൻ സ്ക്വയർ ആണോ എൻ ക്യൂബ് ആണോ, അതാണ് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി. വിത്ത് ദ ആഡ്വെൻറ്റ് ഓഫ് എ ലോ റാങ്ക് മെട്രിക്സ് വി ക്യാൻ റെഡ്യൂസ് ദ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി. ഇറ്റ് ഹെൽപ്സ് ഫോർ ഫാസ്റ്റർ ട്രെയിനിങ്. കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഓഫ് കോഴ്സ് വി ക്യാൻ ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ട്രെയിനിങ്. കൺവേർജൻസ് വളരെ ഈസി ആയിട്ട് നടക്കും. And let's do a problem. Are the vectors v1 v2 non-invertible? Non-invertible ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. നോൺ ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് വിൽ ബി 0. അപ്പം സിംപ്ലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈസ് ദ മെട്രിക്സ് has a zero determinant or not. Zero determinant ആണോ അല്ലയോ എന്നാണ്. If it is zero determinant, then ഇത് of course it is non-invertible. Otherwise it will be invertible. അല്ലെങ്കിൽ അത് invertible ആയിരിക്കും. സ്റ്റെപ്പ് 1, ആദ്യം ആ മെട്രിക്സിനെ പ്രോപ്പർ ഫോമിലേക്ക് മാറ്റുക. ആദ്യത്തെ മെട്രിക്സിനെ നമുക്ക് ആദ്യത്തെ റോ ആക്കാം. ദ സെക്കൻഡ് വെക്റ്റർ സ്പേസ് ക്യാൻ ബി ടേക്കൺ ആസ് ദ സെക്കൻഡ് റോ ഓഫ് ദാറ്റ് മെട്രിക്സ്. രണ്ടാമത്തെ റോ ആയിട്ട് എടുക്കാം. ദെൻ സിംപ്ലി ഡിറ്റർമൈൻ ദ ഡിറ്റർമിനൻറ്റ് ഓർ കമ്പ്യൂട്ട് ദ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഇറ്റ്സ് എ വെരി ഈസി ഇക്വേഷൻ. ജസ്റ്റ് മൾട്ടിപ്ലൈ ദ ഡയഗണൽ. സിൻസ് ഇറ്റ്സ് എ 2 by 2 matrix, simply multiply the diagonal matrix and subtract. It's that much easy. Multiply ചെയ്യുക, diagonal elements multiply ചെയ്യുക, subtract ചെയ്യുക. That's it. Then you will get 0. If it is 0, then it means that it is non-invertible. അത് non-invertible ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. This non-invertible matrix is also called a singular matrix. ചിലപ്പോൾ singular matrix എന്നാണോ എന്നായിരിക്കും എക്സാമിന് ചോദിക്കുക. Both are same. In both cases, the determinant will be 0. Any doubt on this particular question? ഇത് വളരെ എളുപ്പമാണിത്. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസിലി യു ക്യാൻ crack this question. Let's delve into the next question. Here also 2 different vector spaces are provided, and find whether it is linearly independent or not. First things first, let's find out or write the matrix in a proper form. ആദ്യത്തെ വെക്ടറിനെ എടുക്കുക, put it in the first row, take the second vector and put it in the second row. Then simply take the determinant എടുക്കുക. Here the determinant is 0. Determinant 0 ആണെങ്കിൽ these vectors are linearly dependent. ഇവിടെയും you have to take the determinant എടുക്കുക. അറിഞ്ഞു കഴിഞ്ഞാൽ you will get the answer. 0 ആണെങ്കിൽ it is linearly dependent. അപ്പം 0 അല്ലെങ്കിലോ, if it is not 0, it will be linearly independent. ആയിരിക്കും അത്. Next question. Check whether the given vector is eigenvector or not. If it is eigenvector ആണെങ്കിൽ find the eigenvalue. കണ്ടുപിടിക്കുക.
The vector is 0, 4. Matrix A is a diagonal matrix. ഇപ്പോൾ മെട്രിക്സ് എ എന്താണെന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ല, ഇൻഡയറക്റ്റ്ലി ആണ് പറഞ്ഞിരിക്കുന്നത്. എ ഇസ് എ ഡയഗണൽ മെട്രിക്സ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് നോൺ സീറോ വാല്യൂസ് ഇൻ ദ ഡയഗണൽ പാർട്ട് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ പാർട്ട് ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് സീറോ. ബാക്കി എല്ലായിടത്തും സീറോ ആയിരിക്കും, ഡയഗണലിൽ മാത്രം വാല്യൂ കാണും. Such that x component is stretched by 7, y component is stretched by 5. അതായത് ആദ്യം 7 എഴുതുക, രണ്ടാമത് 5 എഴുതുക. സോ ദാറ്റ്സ് ഇറ്റ്. മെട്രിക്സ് നമുക്ക് കിട്ടി. ഇനി എന്താണ് അത് ഐഗൻ വെക്ടറാണോ? ഈ തന്നിരിക്കുന്ന 0, 4 ഈ പെർട്ടിക്കുലർ മെട്രിക്സിൻ്റെ ഐഗൻ വെക്ടറാണോ എന്നുള്ളതാണ് നെക്സ്റ്റ്. ഐഗൻ വെക്ടർ ആകാനുള്ള കണ്ടീഷൻ ഇതാണ്. ലുക്ക് അറ്റ് ദിസ്. Let me take my pen and draw. Look at this. Okay. This is the condition. If it is possible to write that eigenvector and A in this form, then that means that vector is a eigenvector. ഇങ്ങനെ എഴുതാൻ പറ്റുവാണെങ്കിൽ that means it's a eigenvector. അങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? First you have to find A into V. എ അറിയാം, വി അറിയാം, ജസ്റ്റ് മൾട്ടിപ്ലൈ. യു വിൽ ഗെറ്റ് 0, 20. 0 ആയിട്ടും 20 ആയിട്ടും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ ടു റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് എ വി ഈസ് ഈക്വൽ ടു ലാംഡ വി. എ വിയെ ലാംഡ വി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു 0, 20 ഈസ് ഈക്വൽ ടു 4 ലാംഡ. 4 ലാംഡ എന്ന് പറയുമ്പം ലാംഡ ഈസ് ഈക്വൽ ടു 5. 20 by 4 ഈസ് 5. വളരെ ഈസിയാണ്. ഓൺലി യു ഹാവ് ടു നോ ദ കണ്ടീഷൻ ടു ഗെറ്റ് ടു ബിക്കം ദ ഐഗൻ വെക്ടർ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ഐഗൻ വെക്ടർ ആകാനുള്ള കണ്ടീഷൻ മാത്രം അറിഞ്ഞാൽ മതി. ദ റെസ്റ്റ് ആർ സിമ്പിൾ ആൽജിബ്ര. നെക്സ്റ്റ് ടോപ്പിക്, മെട്രിക്സ് decomposition. It's a process of breaking down a single complex matrix. ഒരൊറ്റ കോംപ്ലക്സ് ആയിട്ടുള്ള വലിയൊരു മെട്രിക്സിനെ പല പല ചെറിയ മെട്രിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. സിമ്പിളായിട്ട് ഉള്ള മെട്രിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെട്രിക്സ് ഡികമ്പോസിഷൻ. ദ നെയിം ഇറ്റ് സെൽഫ് ഡെപ്പിക്ട്സ് ദാറ്റ് ദ മെട്രിക്സ് ഈസ് ഡീകമ്പോസിങ് ഇൻ ടു സ്മോളർ മെട്രിക്സ്. ചെറിയ മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. In data science, multiplication of complex matrix has high computational complexity. Computational complexity വളരെ കൂടുതലാണ്. We should have a high variant of GPU. നമുക്ക് നല്ലൊരു GPU വേണം to solve such kind of problems. But we can use matrix decomposition to reduce the computational complexity. Computational complexity നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റും. And what are the examples for matrix decomposition? In your syllabus there is only one example for matrix decomposition, that is singular value decomposition. syllabusil adu maathre ullu, but still I have added one more decomposition. ഒരു decomposition ഇവിടെ പറഞ്ഞിട്ടുണ്ട്, that is spectral decomposition. അത് spectral decomposition ആണ്. singular value decomposition ആണ് നിങ്ങളുടെ സിലബസിലുള്ളത്. Let's check what is mean by singular value decomposition. SVD, simply it is SVD. SVD breaks down any real or complex matrix into 3 simpler highly structured transformation. ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെട്രിക്സിനെ 3 സിംപ്ലർ ആയിട്ടുള്ള മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദ ഫസ്റ്റ് മെട്രിക്സ് വിൽ ബി എ റൊട്ടേഷൻ. ആദ്യത്തെ മെട്രിക്സിൻ്റെ തന്നെ ഒരു റൊട്ടേഷൻ ആയിരിക്കും. Second one will be scaling. Scaling means we are multiplying it with something. And the third one is again a rotation, but that rotation will be a bit different from the first rotation. ആദ്യത്തെ റൊട്ടേഷനിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റൊട്ടേഷനാണ് സെക്കൻഡ് റൊട്ടേഷൻ. It can apply to any m/n matrix. m/n സൈസിലുള്ള ഏത് സൈസ് ജനറലി ഏതൊരു മെട്രിക്സിലും നമുക്ക് സിംഗുലാർ വാല്യൂ ഡികമ്പോസിഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസിലി അത് മനസ്സിലാകും എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന്. ആദ്യം ലെറ്റ്സ് ലേൺ അബൌട്ട് ദ അൽഗോരിതം ഓർ ദ സ്റ്റെപ്സ് ഇൻ ദ സിംഗുലാർ വാല്യൂ decomposition.
ആദ്യം എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില ടെക്നിക്കൽ ജാർഗൺസ് ഈസ് ദെയർ. കുഴപ്പമില്ല, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഐ ഹാവ് പ്രൊവൈഡഡ് ദ വെരി സിമ്പിൾ എക്സ്പ്ലനേഷൻ ഫോർ ഈച്ച് ഓഫ് ദ ടെക്നിക്കൽ ജാർഗോൺ. അപ്പോൾ അതെന്താണെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ഓൾസോ എക്സ്പ്ലെയിൻ ഇറ്റ്. സിമ്പിൾ ഇക്വേഷൻ ഈസ് വെരി സിമ്പിൾ. ഇക്വേഷൻ വളരെ സിമ്പിളാണ്. ഇറ്റ്സ് എ ഈസ് ഈക്വൽ ടു യു ഇൻറ്റു സിഗ്മ ഇൻറ്റു വി ട്രാൻസ്പോസ്. ഇത് ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. ഇറ്റ്സ് വെരി ദാറ്റ് മച്ച് ഈസി. ബട്ട് അതിൻ്റെ അതിൽ പറഞ്ഞിരിക്കുന്ന യു ഒക്കെ ഈ ലീനിയർ ആൽജിബ്രയുടെ ബേസിക്സ് അറിയാവുന്ന ഒരാൾക്കേ അത് മനസ്സിലാകത്തുള്ളൂ. ബട്ട് ആക്ച്വലി യു ഓൾറെഡി ലേൺഡ്, ബട്ട് ഐ സ്റ്റിൽ നോ യു ആർ ബിറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ദീസ് ടേംസ്. എ ഈസ് ദ ഒറിജിനൽ മെട്രിക്സ്. തന്നിരിക്കുന്ന മെട്രിക്സ് ആണ് എ, m/n മെട്രിക്സ്. യു ഈസ് എ ഓർത്തോഗണൽ മെട്രിക്സ്. അതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്, കണ്ടെയ്നിങ് ദ ലെഫ്റ്റ് സിംഗുലാർ വെക്റ്റേഴ്സ്. അതിലുള്ളത് ലെഫ്റ്റ് സിംഗുലാർ വെക്ടറാണ്. ദീസ് ഫോം ആൻ ഓർത്തോനോർമൽ ബേസിസ് ഫോർ ദ ഔട്ട്പുട്ട് കോളം സ്പേസ്. അപ്പം ആകെ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി കാണും, ബിക്കോസ് വി ആർ ഹിയറിംഗ് സം ജാർഗൺസ്. ഓർത്തോഗണൽ മെട്രിക്സ്, ലെഫ്റ്റ് സിംഗുലാർ വെക്റ്റേഴ്സ്, ഓർത്തോനോർമൽ ബേസിസ്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? I have provided very simple simple breakdown of those jargons. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർത്തോഗണൽ മെട്രിക്സ് ഈസ് എ മെട്രിക്സ്. അതൊരു മെട്രിക്സ് ആണ്. യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മെട്രിക്സ്. ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദീസ് കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ദ ഫസ്റ്റ് വൺ ഈസ് these vectors should be, the vectors inside that matrix should be perpendicular. Let me draw a matrix. Look at this matrix. So ഇതിൽ I'm going to write some values. Okay, x, y, and here it is a and b. Consider this as a orthogonal matrix. ഒരു മെട്രിക്സിലെ ഒരു കോളം എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് കോളം വിൽ ബി എ വെക്റ്റർ. ദിസ് കോളം ഈസ് എ വെക്റ്റർ ആൻഡ് ദിസ് കോളം ഈസ് അനദർ വെക്റ്റർ. ആസ് പെർ ദിസ് ഡെഫിനിഷൻ, ഓൾ ദ കോളംസ് ഓർ ദ റോ, കോളം അല്ലെങ്കിൽ റോ ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അത് പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓർ ദ ആംഗിൾ മേക്കിംഗ് ബൈ ദീസ് ഷുഡ് ബി 90 ഡിഗ്രി ആയിരിക്കണം. ദാറ്റ്സ് ദ കണ്ടീഷൻ. അപ്പോൾ എങ്ങനെയാണ് രണ്ട് വെക്ടറുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആകുന്നത്? ഫോർ ദാറ്റ് ബേസിക്കലി യു ഹാവ് ടു നോ വാട്ട് ഈസ് മീൻ ബൈ എ വെക്റ്റർ ഇൻ ലീനിയർ ആൽജിബ്ര. ലീനിയർ ആൽജിബ്ര എന്താണ് വെക്റ്റർ എന്ന് മനസ്സിലാക്കണം. വെക്റ്റർ ഈസ് നത്തിങ് ബട്ട് എ ലൈൻ. ഒരു സ്പേസ് ഡൊമൈനിലുള്ള ഒരു ലൈൻ ആയിരിക്കും വെക്റ്റർ. കൺസിഡർ എ സ്പേസ്. ദിസ് ഈസ് ആൻ ആക്സിസ്. ആ ആക്സിസിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ. സോ എ വെക്റ്റർ വിൽ ബി എ ലൈൻ ആൻഡ് ഇറ്റ് ഡെഫിനറ്റ്ലി ഹാവ് എ ഡിറക്ഷൻ. അതിനൊരു ഡിറക്ഷനും ഉണ്ട്. സോ ആരോ വിൽ ബി ദെയർ. ദാറ്റ് ഈസ് എ വെക്റ്റർ. അപ്പം ഒരു കോളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു റോ എന്ന് പറയുന്നത് ലൈക്ക് ദിസ്, ഇങ്ങനെ ഒന്നായിരിക്കും. ഇപ്പോൾ ഇതിൽ ഉദാഹരണത്തിന് ദിസ് എക്സ് ഈസ് 3. എക്സ് എന്ന് പറയുന്നത് 3 ആണ്. y എന്ന് പറയുന്നത് 4 ആണെന്ന് എടുക്കാം. ദാറ്റ് മീൻസ് ഹിയർ ഇൻസൈഡ് ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു 3 ആൻഡ് y ഈസ് ഈക്വൽ ടു 4. അതിൻ്റെ വൈയുടെ വാല്യൂ 4ഉം എക്സിൻ്റെ വാല്യൂ 3ഉമാണ്. സോ ഇത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നിങ്ങളത് എന്താണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. മെട്രിക്സ് ഇൻ മെഷീൻ ലേണിംഗ് മെട്രിക്സ് ആർ നോട്ട് ദിസ് മച്ച് സിമ്പിൾ. ഇതുപോലെ സിമ്പിൾ അല്ല. അവിടെ ചിലപ്പം ദർ വിൽ ബി തൗസൻഡ്സ് ഓഫ് റോസ് ആൻഡ് തൗസൻഡ്സ് ഓഫ് കോളം. ഇഫ് യു ആർ ടേക്കിംഗ് ആൻ ഇമേജ് ആസ് എ മെട്രിക്സ്, ദാറ്റ് ഇമേജ് ഈസ് യൂസ്ഡ് ടു ട്രെയിൻ അവർ ആർക്കിടെക്ചർ, then the number of rows and columns available are enormous, gargantuan. അത്രയും മാത്രം വലുതാണ്. അപ്പം അത്രയും വലുതാണെങ്കിൽ ഐ കാൺട്ട് സിംപ്ലി ഡ്രോ എ ഫിഗർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മെട്രിക്സ്. അപ്പോൾ ആ മെട്രിക്സിൻ്റെ ഒരു ഫിഗർ എനിക്ക് വരയ്ക്കാനൊന്നും പറ്റില്ല. ബട്ട് ദിസ് ഈസ് ദ കോമൺ ഐഡിയ. ഓക്കെ,
So what's the meaning of this perpendicular xy? This is xy, and let me draw AB. AB should be like this. AB should be perpendicular to this xy. So even if there are many columns or many rows, all the rows and all the columns are perpendicular to all other rows and all other columns. എത്ര റോ ഉണ്ടെങ്കിലും ഇഫ് ഇറ്റ് ഈസ് ഓർത്തോഗണൽ, അത് ഓർത്തോഗണൽ ആണെങ്കിൽ ഓരോ റോയും ബാക്കിയുള്ള എല്ലാ റോസുമായിട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും, ഓരോ കോളവും ബാക്കിയുള്ള എല്ലാ കോളവുമായിട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് ഓൾസോ ദ ലെങ്ത് ഷുഡ് ബി യൂണിറ്റ്, അതായത് 1 ആയിരിക്കണം അതിൻ്റെ ലെങ്ത്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ദെൻ ഈസി റിവേഴ്സിബിൾ, അത് ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റണം. ഹൗ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ? സിംപ്ലി ഇഫ് യു ആർ ഗോൺ ടേക്ക് ദ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് മെട്രിക്സ്, ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ബേസിക്കലി ഓർത്തോഗണൽ മെട്രിക്സ്. ഇതാണ് ഓർത്തോഗണൽ മെട്രിക്സ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഉള്ള ഒരു മെട്രിക്സ് ആണ് ഈ യു ഇത്രയും കണ്ടീഷൻസ് ഉള്ളതാണ്. ദെൻ വാട്ട്സ് ഓർത്തോനോർമൽ ബേസിസ്? സോ ദിസ് ഈസ് അനദർ എക്സാമ്പിൾ. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അല്ലാതെ വേറൊരു എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട്. 0 1 -1 0. ദിസ് ഈസ് എ മെട്രിക്സ്. ഇത് ഓർത്തോനോർമൽ ആണെങ്കിൽ ഇത് ഓർത്തോനോർമൽ ആണോ എന്നാണ് ലെറ്റ്സ് ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് ഓർത്തോനോർമൽ ഓർ നോട്ട്. ലെങ്ത് കണ്ടുപിടിക്കുക. ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? √(x² + y². ഇപ്പം ഇവിടെ എക്സ് എന്ന് പറയുന്നത് 0, y = 1. സോ 0² + 1² അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് 1. ഹിയർ ഓൾസോ √(x²) -1ൻ്റെ സ്ക്വയർ പ്ലസ് 0യുടെ സ്ക്വയർ, അപ്പം നമുക്ക് 1 കിട്ടും. സോ the first condition is satisfied. Actually this is not first condition, this is the second condition. To check the first condition you have to find the angle കണ്ടുപിടിക്കണം. 90 ആണോ അല്ലയോ എന്ന് നോക്കണം. 90 ആണെങ്കിൽ as per the linear algebra the dot product should be 0. dot product 0 ആയിരിക്കണം. അപ്പോൾ പരസ്പരം ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. 0 × -1 പ്ലസ് 1 × 0. അപ്പം ഇത്രയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 0. നിങ്ങൾക്ക് 0 എന്ന് കിട്ടും. 0 കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ, അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദ തേർഡ് കണ്ടീഷൻ വിൽ ബി സാറ്റിസ്ഫൈഡ്. മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഇതാണ് ദിസ് ഈസ് orthogonal matrix. Then here is also one other term, orthonormal basis. Orthonormal basis, what is mean by orthonormal basis? ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓർത്തോ, നോർമൽ ആൻഡ് ബേസിസ്, മൂന്നും ഡിഫറെൻ്റ് ആണ്. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ ടേം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ചെക്ക് ബേസിസ്. എ മിനിമൽ സെറ്റ് ഓഫ് ഡിറക്ഷണൽ ആരോസ്, അതായത് കുറച്ച് സെറ്റ് ആരോസ് അല്ലെങ്കിൽ വെക്റ്റേഴ്സ്, ഞാനിവിടെ വരയ്ക്കുന്നത് പോലുള്ള കുറേ വെക്റ്റേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി മിനിമം, പറ്റുന്നിടത്തോളം ഏറ്റവും കുറഞ്ഞത്, ബേസ്ഡ് ഓൺ വൺ കണ്ടീഷൻ. ഒരു കണ്ടീഷനുണ്ട്, ദാറ്റ് ക്യാൻ ബി കമ്പൈൻഡ് ടു റീച്ച് എനി പോയിൻ്റ് ഇൻ എ ഗിവൺ സ്പേസ്. നമ്മൾ വെക്റ്റർ സ്പേസ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ എല്ലാ കോണിലേക്കും ആ വെക്റ്റേഴ്സിന് പോകാൻ പറ്റണം. അപ്പം ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ലുക്ക് ആൻഡ് കൺസിഡർ ദിസ് പോയിൻ്റ്. ഈ മിനിമൽ സെറ്റ് ഓഫ് ഡിറക്ഷണൽ ആരോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ പോകാനായിട്ട് പറ്റണം. ഇവിടം വരെ എന്ന് മാത്രമല്ല, ദിസ് ഈസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്ഥലത്തോട്ടും നമുക്ക് സിംപ്ലി ട്രാവൽ ചെയ്യാനായിട്ട് പറ്റണം. ഈ യൂസിങ് ദീസ് ആരോസ് ഓർ വെക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് പറ്റണം. ദാറ്റ് ഈസ് ബേസിസ്. ഇപ്പോൾ ബേസിസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഓർത്തോണം. ബേസിസ് എന്ന് പറഞ്ഞാൽ ഇൻ ആൽജിബ്ര ബേസിസ് മീൻസ് നമുക്ക് കുറേ ഡിറക്ഷണൽ ആരോസ് ഉണ്ട്. ആ ആരോസൊക്കെ വെച്ചിട്ട് ഒരു മിനിമൽ സെറ്റ് ഓഫ് ആരോസ് ആണ്. അത് നമ്മുടെ കയ്യിലുള്ളൊരു സെറ്റാണ്. അതിനകത്ത് കുറേ ആരോസ് അല്ലെങ്കിൽ കുറേ വെക്റ്റേഴ്സ് ഉണ്ട്. ആ വെക്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ സ്പേസിൻ്റെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. അതാണ് ബേസിസ്. ഓർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ. അപ്പോൾ ഈ ആരോസ് എല്ലാം പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതാണ് ഓർത്തോ.
നോർമൽ എന്ന് പറഞ്ഞാൽ അത് നോർമലൈസ്ഡ് ആയിരിക്കണം. അതായത് ഓരോ വെക്ടറിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഇപ്പം 3 കണ്ടീഷൻസാണ്. The size should be 1 and all the vectors should be perpendicular to all other vectors and it should be basis. That means a minimal set of directional arrows then those arrows can be combined to reach all the points in the given space. ആ സ്പേസിലുള്ള എല്ലായിടത്തേക്കും അതിന് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ബേസാണ്. ഈ ബേസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകും. അപ്പോൾ യു എന്ന് പറയുന്നത് ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ലെഫ്റ്റ് സിംഗുലാർ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിളാണ്. നോക്കിക്കേ, ഈ സിഗ്മയുടെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ യു? ലെഫ്റ്റിലാണ്. അത് ലെഫ്റ്റിലാണെങ്കിൽ അതിനെ ലെഫ്റ്റ് സിംഗുലാർ വെക്റ്റേഴ്സ് എന്ന് പറയും. റൈറ്റിലാണെങ്കിൽ അതിനെ റൈറ്റ് സിംഗുലാർ വെക്റ്റേഴ്സ് എന്ന് പറയും. റൈറ്റിലുള്ളത് വി ട്രാൻസ്പോസ് ആണ്. ലുക്ക് അറ്റ് ഹിയർ, അവിടെ എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് റൈറ്റ് സിംഗുലാർ വെക്റ്റർ. അപ്പോൾ ഇത് റൈറ്റ് സിംഗുലാർ വെക്റ്റർ. ലെഫ്റ്റിലുണ്ടെങ്കിൽ ലെഫ്റ്റ് സിംഗുലാർ വെക്റ്റർ. ആൻഡ് ഇറ്റ് ഈസ് ദ വി ടി ഈസ് ഡിനോട്ടിങ് ദ ഇൻപുട്ട് റോ സ്പേസ്. ഇൻപുട്ട് റോ സ്പേസിനെയും ഔട്ട്പുട്ട് കോളം സ്പേസിനെ യുവും ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഔട്ട്പുട്ട് കോളം സ്പേസ് എന്ന് പറയുമ്പം ഔട്ട്പുട്ട് കിട്ടുന്നതിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടാണെന്നാണ് യു സൂചിപ്പിക്കുന്നത്. വി ട്രാൻസ്പോസ് സൂചിപ്പിക്കുന്നത് ഇൻപുട്ടിലുള്ളതിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണെന്നാണ്. ആൻഡ് വി ഓൺലി ഹാവ് നൗ സിഗ്മ മെട്രിക്സ് ലെഫ്റ്റ്. ഒരൊറ്റ മെട്രിക്സേ ഉള്ളൂ. അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇറ്റ്സ് സൈസ് വിൽ ബി that is exactly same as ഒറിജിനൽ മെട്രിക്സിൻ്റെ സെയിം സൈസ് ആയിരിക്കും സിഗ്മയുടെ സൈസ്. ആൻഡ് ഇറ്റ് ഈസ് എ ഡയഗണൽ മെട്രിക്സ്. ദാറ്റ് മീൻസ് only the diagonal elements has the non-zero value. Non-zero containing and non-negative values ആയിരിക്കണം. അതായത് മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ മാത്രമേ വാല്യൂസ് കാണത്തുള്ളൂ. These diagonal elements has values. Only these diagonal elements have values and all other values will be nothing but 0. And the peculiarity of the diagonal matrix is it should be greater than or equal to 0. 0യോ അതിനേക്കാൾ വലുതോ ആയിരിക്കണം. ലുക്ക് അറ്റ് ദിസ്. ആ വാല്യൂസ് എല്ലാം 0യോ അതിനേക്കാൾ വലുതോ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ഫസ്റ്റ് ഡയഗണൽ കണ്ടോ, ഞാൻ ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് അതിനായിരിക്കണം ഏറ്റവും വലിയ വാല്യൂ. ഇപ്പം ഇഫ് ദ സിംഗുലാർ വാല്യൂസ് ആർ 10, 5 and 2. 10, 5, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് 10, രണ്ടാമത് വരുന്നത് 5, മൂന്നാമത് വരുന്നത് 2. ഇങ്ങനെ ആയിരിക്കണം. ഇത് ഒരു പ്രോബ്ലം ചെയ്യുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഈ ലെഫ്റ്റ് സിംഗുലാർ വെക്റ്റേഴ്സിൻ്റെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സിംഗുലാർ വെക്റ്റർ എന്താണെന്നൊന്നും എക്സാമിനൊന്നും ചോദിക്കത്തില്ല. ഓർത്തോനോർമൽ ബേസിസ് എന്താണെന്നും ചോദിക്കത്തില്ല. ഓർത്തോഗണൽ മെട്രിക്സ് എന്താണെന്നും ചോദിക്കത്തില്ല. ഇതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുമ്പം ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഞാൻ ഇതൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സിംഗുലാർ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെ എഴുതിയിരിക്കുകയാണ്. കുറച്ച് എലാബറേറ്റ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഇത് എക്സാമിന് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് വർക്ക് ഔട്ട് വൺ പ്രോബ്ലം. I beg your pardon. Let's do a problem based on singular value decomposition. This is one of the easiest problem in SVD. SVDയിൽ ഏറ്റവും എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. ലെറ്റ്സ് ഡു ഇറ്റ്. മെട്രിക്സ് വന്നിട്ടുണ്ട്. പെർഫോം SVD പെർഫോം ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഡു ദിസ്. യു കണ്ടുപിടിക്കുക, സിഗ്മ കണ്ടുപിടിക്കുക, വി ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, ദെൻ മൾട്ടിപ്ലൈ. മൂന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ. ഇറ്റ്സ് ദാറ്റ് മച്ച് ഈസി. ഇപ്പോൾ എങ്ങനെയാണ് യുവിൻ്റെയും സിഗ്മയുടെയും വി ട്രാൻസ്പോസിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കിയാൽ മതി. സോ സിംപ്ലി ദിസ് ഈസ് ദ ഇക്വേഷൻ ആൻഡ് ഹൗ വി ഹാവ് ടു ഫൈൻഡ് യു എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫോർ ദാറ്റ് ഫസ്റ്റ് യു ഹാവ് ടു മൾട്ടിപ്ലൈ എ ട്രാൻസ്പോസ് വിത്ത് എ ട്രാൻസ്പോസും എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ആൻസർ. Then find eigenvalues of A transpose and A. A transposeൻ്റെയും എയുടെയും
ഐഗൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് ഈ ഡയഗണൽ വാല്യൂസ് ആയിരിക്കും. ദിസ് 9 ആൻഡ് 4. കാരണം എ ആൻഡ് എ ട്രാൻസ്പോസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ്. ലാംഡ ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് മീൻസ് all the diagonal values are 1 and remaining values are 0. Remaining positions are 0. അപ്പോൾ അതിൻ്റെ കൂടെ ലാംഡ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് 1 വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് ലാംഡ. അപ്പോൾ ലാംഡ ആയിട്ടത് റീപ്ലേസ്ഡ് ആകും. റിമൈനിങ് വാല്യൂ വിൽ ബി സെയിം ആസ് ദ പ്രീവിയസ് കേസ്, ദാറ്റ് ഈസ് 0. ബാക്കിയെല്ലാം 0 ആയിരിക്കും, ലാംഡ മാത്രം വരും. സോ ദാറ്റ്സ് ദ റീസൺ വൈ ഐ ഡയറക്ട്ലി ടുക്ക് 9 and 4 as ഐഗൻ വാല്യൂസ്. ഐഗൻ വാല്യൂസ് ആയിട്ട് 9ഉം 4ഉം എടുത്തത് അതിൻ്റെ ഒരു ബേസിലാണ്. നൗ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു ഫൈൻഡ് സിംഗുലാർ വാല്യൂ. ഇതിൽ നിന്ന് സിംഗുലാർ വാല്യൂ കണ്ടുപിടിക്കണം. സിംഗുലാർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സിംപ്ലി ടേക്ക് ദ സ്ക്വയർ റൂട്ട് ഓഫ് ഈച്ച് ഓഫ് ദ ഐഗൻ വാല്യൂ. അപ്പോൾ സിംഗുലാർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ക്വയർ റൂട്ട് ഓഫ് ഐഗൻ വാല്യൂ. ഐഗൻ വാല്യൂസിൻ്റെ സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ റൂട്ട് 9 ഈസ് ഈക്വൽ ടു 3 ആൻഡ് റൂട്ട് 4 ഈസ് ഈക്വൽ ടു 2. സോ നൗ വി ഗോട്ട് സിംഗുലാർ വാല്യൂ. സിംഗുലാർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി റൈറ്റ് ദ സിംഗുലാർ വാല്യൂ മെട്രിക്സ്. സിംഗുലാർ വാല്യൂ മെട്രിക്സ് കണ്ടുപിടിക്കാം. കണ്ട് ഇവിടെ ആ ഡെഫിനിഷൻ ഒന്ന് നോക്കിക്കേ. ലെറ്റ്സ് സീ ദ ഡെഫിനിഷൻ. ഫൈൻഡ് ദ സിംഗുലാർ വാല്യൂ. സിംഗുലാർ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. എന്താണ്? യു ഹാവ് ടു ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ്. ഐഗൻ വാല്യൂ കണ്ടുപിടിക്കുക. സിംപ്ലി ടേക്ക് ദ സ്ക്വയർ റൂട്ട്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ദാറ്റ് ഈസ് സിംഗുലാർ വാല്യൂ. അതാണ് സിംഗുലാർ വാല്യൂ. എന്നിട്ട് അതിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. ദ ഫസ്റ്റ് വാല്യൂ വിൽ ബി ദ ലാർജസ്റ്റ് വൺ, സെക്കൻഡ് വിൽ ബി കമ്പാരിറ്റീവ്ലി സ്മോളർ വൺ. അങ്ങനെ അതിനെ ഡിസെൻഡിങ് ഓർഡറിൽ യു ഹാവ് ടു അറേഞ്ച്. ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ, 3 and 2. 3 and 2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ വിൽ ബി 3, സെക്കൻഡ് വൺ വിൽ ബി 2. ആദ്യത്തത് 3 ആണ്, രണ്ടാമത്തത് 2 ആണ്. 3 2 ആണ്. സോ ദിസ് ഈസ് ദ സിഗ്മ മെട്രിക്സ് ഓർ ദ ഡയഗണൽ സിംഗുലാർ വാല്യൂ സിഗ്മ മെട്രിക്സ്. ഒന്നുമില്ല, സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അത് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സിംഗുലാർ വാല്യൂസ്. സിംഗുലാർ വാല്യൂസ് എന്ന് പറയുന്നത് ഐഗൻ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ടാണ്. ദാറ്റ്സ് ഇറ്റ്. സോ വി ഗോട്ട് 1 മെട്രിക്സ്. ഒരു മെട്രിക്സ് കിട്ടി. ഇനി രണ്ടെണ്ണം കൂടെ കണ്ടുപിടിക്കണം. നൗ ഫൈൻഡ് വി. വി കണ്ടുപിടിക്കാം. വിയുടെ ഇക്വേഷൻ. വിക്ക് 2 വാല്യൂസ് വരും, 2 വി വരും. ബിക്കോസ് വി ഹാവ് 2 ഐഗൻ വാല്യൂസ്. വി ഹാവ് 2 ഐഗൻ വാല്യൂസ്. 2 ഐഗൻ വാല്യൂ ഉണ്ട്, ലാംഡ 1 ലാംഡ 2. ഫോർ ഈച്ച് ഓഫ് ദിസ് ഐഗൻ വാല്യൂ വി ആർ ഗെറ്റിംഗ് സെപ്പറേറ്റ് വി വാല്യൂ, വി മെട്രിക്സ് വാല്യൂസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ, ദിസ് ഈസ് ദ ഇക്വേഷൻ. എ ട്രാൻസ്പോസ് ഇൻറ്റു എ മൈനസ് 9i. 9 എന്ന് പറയുന്നത് ലാംഡ ആണ്. ലാംഡ ഐ എന്നാണ് ആക്ച്വലി അവിടെ വരുന്നത്. ഹിയർ ദ ലാംഡ ഈസ് 9. അതുകൊണ്ടാണ് ഡയറക്റ്റ്ലി 9 എന്നെടുത്തത്. 9i ഇൻറ്റു V1. അതിനെ V1ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. V1 നമുക്കറിയില്ല, V1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുന്നു. V1 അറിയാത്തതുകൊണ്ട് സിംപ്ലി പുഡിങ് x1 ആൻഡ് x2 ആർ ആസ് ദ എലമെൻറ്റ്സ് ഓഫ് V. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ ട്രാൻസ്പോസും എയും മൾട്ടിപ്ലൈ ചെയ്തു. ആ കിട്ടിയതിനെ x1 x2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എ ട്രാൻസ്പോസ് എ മാത്രമല്ല, ഇതിൻ്റെ ഇക്വേഷനാണ്. എ ട്രാൻസ്പോസ് എ മൈനസ് 9i. എ ട്രാൻസ്പോസ് എ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 904. അപ്പോൾ അതിൻ്റെ കൂടെ 9i കൊണ്ട് മൈനസ് ചെയ്യണം. 9i കൊണ്ട് മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓൾ ദ ഡയഗണൽ എലമെൻറ്റ്സ് വിൽ ബി മൈനസ് ഓർ സബ്ട്രാക്റ്റഡ് ബൈ 9. ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 9 കൊണ്ട് സബ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ 9 - 9 is 0. 4 - 9 is -5. So that's the reason why we are getting this value. ഈ വാല്യൂ കിട്ടിയത് അങ്ങനെയാണ്. പിന്നെ അതിനെ x1 x2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇക്വേറ്റിംഗ് ഇറ്റ് വിത്ത് 0 0. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദിസ് വാല്യൂ. നമുക്കതിനെ ഇങ്ങനെ കിട്ടും. സോ ദിസ് ഈസ് 1 V. ഒരു V ഇതാണ്. രണ്ടാമത്തെ V എന്താണെന്ന് നോക്കാം. ഒരു V എന്ന് പറയുമ്പോൾ ഇത് ഇറ്റ്സ് എ വെക്റ്റർ സ്പേസ്. അതൊരു വെക്റ്റർ സ്പേസ് ആണ്. ഒരു വെക്റ്റർ നമുക്ക് കിട്ടി. രണ്ടാമത്തിന് സിംപ്ലി ചേഞ്ച് 9 with 4. 9നെ മാറ്റി 4ഉമായിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക.
അപ്പോൾ ഇങ്ങനൊരു വാല്യൂ ആണ് കിട്ടുന്നത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് 4. ഈ 4 വന്നതുകൊണ്ടാണ്. 9 - 4 വന്നുകൊണ്ട് 5. പിന്നെ അവിടെ ഓൾറെഡി 4 ആണുള്ളത്. 4 - 4 ഈസ് 0. Where is that matrix? Yes, here it is 4. So 4 - 4 is 0. 9 - 4 is 5. So 5 is 0 diagonal elements. Multiply with x1, x2, equating it with 0, and we are getting this kind of v2. v1 ഉം v2 ഉം കിട്ടി. Now we can find the last v. നമുക്ക് ഇക്വേഷനിൽ കൊടുക്കേണ്ട ലാസ്റ്റ് v കിട്ടും. ചെയ്യേണ്ടത് ഫസ്റ്റ് കോളമായിട്ട് v1 കൊടുക്കുക, സെക്കൻഡ് കോളമായിട്ട് v2 കൊടുക്കുക. When it combine together, we will get v. അപ്പോൾ അത് v മാത്രമല്ല, നമ്മുടെ ഇക്വേഷൻ ഈസ് v ട്രാൻസ്പോസ് ആണ്. അപ്പം അതിൻ്റെ v ട്രാൻസ്പോസ് എടുക്കുക. v ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. 1001. ഇറ്റ്സ് എക്സാക്ട്ലി സെയിം. ട്രാൻസ്പോസ് എടുത്താലും സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ബിക്കോസ് ഓഫ് ദ പെക്യുലാരിറ്റി ഓഫ് ദാറ്റ് മെട്രിക്. ഈ മെട്രിക്സിൻ്റെ പെക്യുലാരിറ്റി കാരണമാണ് നമുക്ക് അങ്ങനെ കിട്ടിയത്. നൗ യു കണ്ടുപിടിക്കണം. യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ദിസ് ഈസ് ദ ഇക്വേഷൻ. 1 സിഗ്മ മീൻസ് സിംഗുലർ വാല്യൂ. സിംഗുലർ വാല്യൂ രണ്ടെണ്ണം നമുക്ക് കിട്ടി, 3 and 2. അപ്പം രണ്ട് സിംഗുലർ വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ യു വിൽ ഗെറ്റ് u1 and u2. നിങ്ങൾക്ക് u1 കിട്ടും, u2 കിട്ടും. അപ്പോൾ u1 എടുക്കുന്നത് 1/3. 1/3 3 ആണ്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന സിംഗുലർ വാല്യൂ 3. അപ്പോൾ 1/3 എടുത്തു. അപ്പോൾ അത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 1 0. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് v1 ആണ്. u1 കണ്ടുപിടിക്കാൻ വേണ്ടി യു ഹാവ് ടു യൂസ് v1. ലുക്ക്, ദിസ് ഈസ് v1. u1-ന് v1 തന്നെ യൂസ് ചെയ്യണം, u2-ന് v2 യൂസ് ചെയ്യണം. ആൻഡ് a ഈസ് കോമൺ. രണ്ടിടത്തും a കോമൺ ആണ്. ആൻഡ് 1/സിഗ്മയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഹിയർ 3, ഹിയർ ഇറ്റ് ഈസ് 2. ആദ്യം എടുക്കേണ്ടത് ലാർജസ്റ്റ് വാല്യൂ, രണ്ടാമത് എടുക്കേണ്ടത് സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ, അതാണ് 2. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം യു വിൽ ഗെറ്റ് u1 and u2. u1 ഉം u2 കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു റൈറ്റ് u1 ഉം u2 കമ്പൈൻ ചെയ്താൽ മതി. u1-നെ എടുത്ത് ആദ്യത്തെ കോളത്തിലിടുക, u2-നെ എടുത്ത് രണ്ടാമത്തെ കോളത്തിലിടുക. അപ്പം രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് u1 and u2. When you combine u1 and u2, you will get u കിട്ടും. അപ്പോൾ now we have v transpose, u and sigma. ഇത് മൂന്നും കിട്ടി. Then simply put these values in the equation. ഇക്വേഷനിൽ അത് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്താൽ മതി, ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. ബിക്കോസ് ഡീകമ്പോസ് ചെയ്യുവാണല്ലോ. സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വി ആർ ഡീകമ്പോസിങ് എ കോംപ്ലക്സ് മെട്രിക്സ് എ ഇൻറ്റു സ്മോളർ മെട്രിക്സ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വലിയ മെട്രിക്സിനെ ചെറിയ ചെറിയ സിമ്പിൾ വേർഷൻസ് ആയിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. Where was our question? Look, this was the question. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റി, അതിനെ ഡീകമ്പോസ് ചെയ്തു. ഈ ആൾറെഡി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, ഒത്തിരി വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെട്രിക്സ് അല്ല. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള മെട്രിക്സ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇതിൻ്റെ രണ്ട് വേരിയൻ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടിയത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ, ഒരു ഡയഗണൽ മെട്രിക്സ് ഒന്നും അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ലെങ്തിയർ. പക്ഷേ നിങ്ങൾക്ക് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് വി വിൽ വൈൻഡ് അപ്പ് ദിസ് സെഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും ഉണ്ട് ഡയമെൻഷനാലിറ്റി റിഡക്ഷനൊക്കെ ഉണ്ട്. Okay, let's stop this session by winding up with the applications of SVD. Application of SVD in AI and data science. It is used for image compression. ഇമേജിനെ കംപ്രസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം SVD. Matrix is in image processing. A matrix is just the pixels inside the, or the element in a matrix is the pixels inside a image. ഒരു ഇമേജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഹ്യൂജ് നമ്പർ ഓഫ് പിക്സൽസ്, ഒരുപാട് പിക്സൽസിൻ്റെ കോമ്പിനേഷനാണ്. സോ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എ മെട്രിക്സ്, അതൊരു മെട്രിക്സ് പോലെ തന്നെയാണ്.
ഇറ്റ് ഹാസ് എ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മെട്രിക്സിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണ്. സോ ഫോർ ഇമേജ് കംപ്രഷൻ പ്രോസസ് വി ക്യാൻ യൂസ് എസ് വി ഡി. കംപ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം എസ് വി ഡി. ദെൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിമെൻഷനാലിറ്റി റിഡക്ഷൻ. ഡിമെൻഷനാലിറ്റി റിഡക്ഷനിൽ യൂസ് ചെയ്യാം. അത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസിലാണ്. പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ് ആണ് ആക്ച്വലി ഡിമെൻഷനാലിറ്റി റിഡക്ഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ആ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എസ് വി ഡി. ബേസിക്കലി എസ് വി ഡി ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ്. പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എസ് വി ഡി. ആ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ് വെച്ചിട്ട് വി ക്യാൻ റെഡ്യൂസ് ദ dimension of a particular feature map or a matrix or a tensor. So that is the second application. The third application is recommendation system. Recommendation system use ചെയ്യാം. But Netflix based upon your previous histories and the histories of other subscribers, Netflix always recommends some movies. Similarly, YouTube also recommends some videos for you. നിങ്ങളുടെ വീഡിയോ വാച്ചിങ് ഹിസ്റ്ററി അനുസരിച്ച്, മറ്റുള്ളവരുടെ ഹിസ്റ്ററി അനുസരിച്ച്, ഇപ്പം നിങ്ങൾ ഇത്രയും വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് വീഡിയോസ് you are liking and what are the possible recommendation that can be provided. It is based on SVD. അതും SVD വെച്ചിട്ടാണ് ചെയ്യുന്നത്. Also you can use SVD to solve system equation. AX is equal to B based system equations നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. AX is equal to B പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ നിങ്ങളത് അപ്ലൈ ഒന്നും വേണ്ട. നിങ്ങളത് എന്താണെന്ന്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, ഹോപ്പ്ഫുള്ളി ഇൻ ദ ഫിസിക്കൽ ക്ലാസ്, നോട്ട് ദ ഓൺലൈൻ വൺ, expecting an offline class on tomorrow. So on tomorrow's session we will discuss about dimensionality reduction and the principal component analysis.